ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ മരണപ്പെട്ട സുജിൻ ഈ പയ്യന്മാരെ ഉപദേശിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് കഞ്ചാവ് അടിച്ച് നടക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞതിന്റെ എന്തോ ഒരു വൈരാഗ്യ ബുദ്ധി മനസ്സിൽ തോന്നിയവര് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നിരന്തരം കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്നു. 29 വയസ്സുള്ള സുജിനാണ് കൊല്ലപ്പെട്ടത്. തുമ്പമൺതൊടി കാരറക്കുന്നിന് സമീപമാണ് സംഭവം നടന്നത്. ഈ ഉണ്ണിക്കുട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ സുഹൃത്ത് ഇവിടെ പൊതുകാര്യത്തിലും എല്ലാത്തിലും നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലും എല്ലാം ഉണ്ടായിരുന്നതാണ്. ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികൾ എന്ന് പറയുന്നത് ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ്. പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ചാവ് ലോബിക്കെതിരെ തിരിഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തില് ഈ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത്. സുജിനൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആൾക്കാർ വന്ന് രാത്രി 11 മണിയോടെയാണ് ഒരു സംഘം ഇവരെ ആക്രമിച്ചത്. കൊടുത്തിട്ടുണ്ട്. അവര് വരുമ്പോൾ ഇവർ പലപ്പോഴും ഇവരെ കിട്ടാത്ത ഒരു അവസ്ഥയാണ്. ഇവിടുന്ന് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് ജാമ്യത്തിലേക്ക് പോയിട്ട് തുടർന്നും ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കഞ്ചാവ് ലോബിയുടെ ഒരു വിഷയമായിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. 2 മാസത്തിന് മുൻപ് ഈ മരണപ്പെട്ട സുജിൻ ഈ പയ്യന്മാരെ ഉപദേശിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് കഞ്ചാവ് അടിച്ച് നടക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞതിന്റെ എന്തോ ഒരു വൈരാഗ്യ ബുദ്ധി മനസ്സിൽ തോന്നിയവര് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നിരന്തരം കാണുമ്പോൾ ശത്രുക്കളും കാര്യങ്ങളുമായി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ഈ ഉത്സവമായി ബന്ധപ്പെട്ട് എന്തോ കശപിശ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു അറിവുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഈ സുജിനും ഈ പരിക്കേറ്റ അനന്തു എന്ന് പറയുന്ന പയ്യനും അവിടെ ഒരു രാത്രി 10 മണിയോടെ പ്രതികളിൽ 2 പേർ സുജിനും അനന്തവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് ഇരുവരും പിരിഞ്ഞുപോയി. 11 മണിയോടെ തുമ്പമൺതൊടിയിലെ സുഹൃത്തുക്കളുമായി ക്യാരംസ് കളിച്ചതിന് ശേഷം ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന സുജിന്റെ ബൈക്കിൽ സുജിനും അനന്തവും കൂടി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വിജനമായ വഴിയിൽ പതുങ്ങിയിരുന്ന് 5 അംഗ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ വയറ്റിൽ 2 കുത്തുകുത്തുകയും തടയാൻ ശ്രമിച്ച അനന്തവിന്റെ മുതുകിൽ കുത്തുകയും ചെയ്തു. സൂര്യജിത്താണ് കുത്തിയത്. പ്രതികളെല്ലാം ബന്ധുക്കളുമാണ്. 5 അംഗ സംഘത്തെ ചിതറ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.